ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഞാൻ ഇന്നലെ വന്നു, ഇന്നും വന്നു. ഇന്നലെ ഓഫർ വീഡിയോ ആയിട്ടത്, അതെല്ലാം വേഗം അങ്ങ് പോയി. അതുകൊണ്ടന്ന് വീണ്ടും വന്നത് കേട്ടാ. ഓഫർ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ വേഗം വേഗം വാങ്ങിക്കും. അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പി. എല്ലാം അങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഇനി ആകെ ഒരു കുർത്തിയോ 2 കുർത്തിയൊക്കെ ഉണ്ട്, അതിനകത്ത് ഇരിപ്പുണ്ട്. ബാക്കിയെല്ലാം പോയി കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം. അപ്പം അത് കാരണം ഞാൻ ഇന്ന് പുതിയ മെറ്റീരിയൽസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓഫർ വീഡിയോ ഉണ്ടായിരുന്ന മെറ്റീരിയൽ ഒന്നും നല്ല പുതിയതാണ് കേട്ടോ. അപ്പം പുതിയതാവുമ്പം പുതിയ സ്റ്റൈലുള്ളതാണ്, പുതിയ പാറ്റേൺ ആണ്, പുതിയ റേറ്റുമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഫോർഡബിൾ അല്ലാത്ത റേറ്റിലൊന്നും ഞാൻ തരത്തില്ലെന്ന് ഇത്രയും നാളും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരുപാട് കമൻസ് ആണ് എനിക്ക് നേരെ വിളിച്ചിട്ടാണ് ആളുകൾ പറയുന്നത്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണത് കേൾക്കുമ്പോൾ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നല്ല ചാനൽ കാണുമ്പോഴേ ജെനുവിനാണെന്ന്. എവിടെ നിന്നൊക്കെയാണ് വിളിക്കുന്നത്? കാനഡയിൽ നിന്നോ ഒക്കെ ഓരോരുത്തർ വിളിക്കും. ഭയങ്കര സന്തോഷമായി കേട്ടോ. അതൊക്കെ കേൾക്കുന്നത് തന്നെ ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഇപ്പം നാട്ടിലുള്ളവർ ബാംഗ്ലൂരിൽ നിന്ന്, പല സ്ഥലത്ത്, ദുബായിൽ നിന്ന്, ഇന്നലെ 2 പേരെന്നെ UK നിന്ന് വിളിച്ചു. അപ്പം അവർക്കൊക്കെ നാട്ടിലേക്കൊക്കെ ഓർഡർ ചെയ്യാൻ. അപ്പം ഞാൻ അങ്ങനെ ഔട്ട് ഓഫ് കൺട്രി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറയും നാട്ടിലേക്കാണെങ്കിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ ഓണത്തിൻ്റെ കളക്ഷൻസ് നാട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കാനായിട്ട്, ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ. അപ്പം അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അത് തന്നെയാണ്. അല്ലാതെ ഞാൻ പ്രോഫിറ്റ് അല്ല എൻ്റെ പ്രധാന ലക്ഷ്യം. പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് വേണ്ടേ? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനൊരു മീനിങ് ഇല്ലാണ്ടായി. പിന്നെ നമുക്ക് അതിൻ്റെ ചിലപ്പോൾ ആ ജോഷൊന്ന് കുറഞ്ഞു പോകും. അത് മാത്രമേ ഉള്ളൂ, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ഓണത്തിൻ്റെ സാരികൾ തന്നെയാണ്. ഇപ്പം കാണിച്ച ടൈപ്പല്ല, വേറെ ടൈപ്പ് സാരികളാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന് മുന്നേ ഞാൻ പറയുന്നു, ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നവരൊക്കെ പറയും ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചേച്ചി എന്ന് പറയും. അപ്പം ചെയ്യാത്തവരുണ്ട്, പലരും കാണുന്നുണ്ട്, ഒത്തിരി പേര് കാണുന്നുണ്ട്. പക്ഷെ ചിലരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, നമ്മളങ്ങ് വിട്ടുപോകും. അപ്പം അതുകൊണ്ട് അത് ആദ്യമേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം അല്ലേ? ഒരുമിച്ച് നിന്നാലല്ലേ നമുക്ക് 2 കൂട്ടർക്കും ബലം, അതല്ലേ നമ്മുടെ ഒരു ശക്തി. അപ്പം അങ്ങനെ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് കളക്ഷൻസിലേക്ക് നേരെ പോവാം. എൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 9423206014. ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ കേട്ടോ. ഈ നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ കിട്ടുന്നതായിരിക്കും. പിന്നെ വേറെ നമ്പറുണ്ട്, അത് ഞാൻ പറയുന്നില്ല. രണ്ടും കൂടെ പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ് ആവും. ഇതിലേക്ക് വാട്സപ്പ് നമ്പറിൽ, ഈ നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് അയച്ചാൽ മതി. അപ്പം ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും ചെക്ക് ചെയ്ത് പെട്ടെന്ന് മറുപടി തരും കേട്ടോ. എനിക്ക് പറ്റുന്നത്രയും പെട്ടെന്ന് മറുപടി തരും. ചിലപ്പം കുറച്ച് ലേറ്റായി പോകും. ഒത്തിരി കമൻസ് ഒരുപാട് വരുമ്പം ചിലർ അങ്ങനെയും പരാതി പറയുന്നുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി വരുമ്പം ഞാൻ ചിലതൊക്കെ ഞാൻ വിചാരിക്കും പിന്നെ നോക്കാം. ഞാൻ ചിലപ്പോൾ പുറത്തായിരിക്കും. ഇപ്പം എപ്പോഴും ഒക്കെ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഞാൻ പുറത്തായിരിക്കും. അപ്പം ഞാൻ ഒന്ന് നോക്കും, പിന്നെ ഞാനത് ഓഫ് ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെ വന്നാൽ തന്നെ അതൊരു പരാതിയായിട്ട് കണക്കാക്കരുത്. ഞാൻ ആദ്യത്തെ സാരി കാണിക്കാം. ആദ്യത്തെ സാരി ഈ പ്രാവശ്യം ടൈ ആൻഡ് ഡൈ ഡിസൈനിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഇതിന് ഞാൻ ആദ്യം കൊണ്ടുവന്നപ്പോൾ എൻ്റെ കയ്യിൽ 2-3 സാരി ഉണ്ടായിരുന്നുള്ളൂ. അത് പെട്ടെന്ന് അങ്ങ് പോയി. പിന്നെ അതിന് ഭയങ്കര ഡിമാൻഡ്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എങ്ങും കിട്ടാനുമില്ല. പിന്നെ ലാസ്റ്റ് എനിക്കിത് ഇന്നലെ കുറച്ച് സാരി കിട്ടി. ആ സാരിയാണ് ഞാൻ കാണിക്കുന്നത്. ടൈ ആൻഡ് ഡൈ സാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡബിൾ കളർ വരും ഇതിനകത്ത്. ഈ പ്രാവശ്യത്തെ ഒരു ന്യൂ പാറ്റേൺ സാരിയാണ് ഇത് കേട്ടോ. സാരിയുടെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. ഈ സാരിയുടെ കളേഴ്സ് വരുന്നത് മേൽഭാഗത്ത് കോടി കളർ, നമ്മുടെ സാധാരണ കേരള സാരിയുടെ കളർ വരും. താഴേക്ക് വരും തോറും ഒരു പീച്ച് കളർ വരും. സൈഡിൽ നല്ല ഒരു വീതിയിൽ എംബ്രോയ്ഡറി വരും. 2 സൈഡിലും കര വരും, കസവിൻ്റെ കര വരും. ഇതാണ് ഈ സാരി. ഈ സാരി ഇപ്പം ഭയങ്കര ട്രെൻഡിങ് സാരിയായി. ഈ വർഷത്തെ ഓണത്തിൻ്റെ ഒരു ട്രെൻഡിങ് സാരിയായിട്ട് നിൽക്കുന്ന ഒരു സാരിയാണ് ഈ സാരി. ഇത് ഞാൻ ആദ്യം കൊണ്ടുവന്നപ്പം ടിഷ്യൂവിൻ്റെ സാരിയാണ് ഞാൻ കൊണ്ടുവന്നത്. ആദ്യം കൊണ്ടുവന്നത് ടിഷ്യൂ ആയിരുന്നു. പിന്നെ ഇപ്പം ചെന്നപ്പം ടിഷ്യൂ കിട്ടിയില്ല. അപ്പം ഞാനിതൊരു നോർമൽ മെറ്റീരിയലാണ്. പക്ഷേ ഇതൊരല്പം ഒരു ടിഷ്യൂ അല്ലെങ്കിൽ തന്നെ ഒരു ചെറിയൊരു തിളക്കം ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ടിഷ്യൂവിൻ്റെ പോലെ ഒരു മിന്നലില്ലെങ്കിലും നോക്കിക്കാൻ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. ഈ പീച്ച് കളറിൽ നോക്കിയാലും അറിയാം, ഈ മേളിലേക്ക് നോക്കിയാലും അറിയാം. ഒരു സിൽക്കി പാറ്റേൺ ആണ്. ഒരു നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. ഇതാ സാരി ഇത് ഇങ്ങനെ വരുന്നത്. ഇനി ഞാൻ അതിൻ്റെ മുന്താണി ഒന്ന് മുന്നേലേക്ക് ഇട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സാരീനെ പറ്റിയൊരു ഐഡിയ കിട്ടുമല്ലോ. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഫുള്ള് ഈ സാരിയിലും ഈ പീച്ച് കളർ ഇങ്ങനെ ഫോളോ ചെയ്യുക കേട്ടോ.
വിത്ത് ഈ കസവ് ബോർഡറും കൂടി ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഇത് തന്നെ റണ്ണിങ് ബ്ലൗസും വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ റണ്ണിങ് ബ്ലൗസാണ് വരുന്നത്. ഇങ്ങനെ വരും. സാരിയുടെ മുന്താണി പാർട്ട് അതേ കാണുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. ഇങ്ങനെ വരും മുന്താണി. ഇതിപ്പോൾ നമുക്ക് ഉടുക്കുമ്പം നോർമലി എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇത് താഴേക്കും കോടി കളറിൻ്റെ ഭാഗം മുകളിലേക്ക് ഉടുക്കുന്നതും ആയിരിക്കും ആ ക്രീം കുറച്ചും കൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉടുത്തെടുക്കാവത്. ബോഡി പാർട്ട് വരുമ്പോൾ ഇങ്ങനെ വരും. ഈ പ്രാവശ്യത്തെ പുതിയ പാറ്റേണാണ് കേട്ടോ. എനിക്ക് ആദ്യം 2-3 സാരി കിട്ടിയായിരുന്നു. പിങ്ക് കളറിൻ്റെ 1-2 സാരി ഞാൻ കാണിച്ചില്ലേ ഒരു സാരി. അത് നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം, ഞാനൊരു പിങ്കും ക്രീമും കൂടെ ഉള്ളത് കാണിച്ചായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് എന്തോ പറയേണ്ടത് ടിഷ്യൂ മെറ്റീരിയൽ ആയിരുന്നു. ഇത് ടിഷ്യൂ അല്ല, കുറച്ചും കൂടെ ഒരു നല്ലൊരു സിൽക്കി ഫാബ്രിക്കിൽ വരുന്ന ഒരു ഫാബ്രിക്കാണ് ഇത് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. ഉടുത്തൊക്കെ കുത്തിയൊക്കെ വരുമ്പോഴേ ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒന്നുമല്ല, സാരി ഉടുത്ത് വരുമ്പോഴല്ലേ സാരിയുടെ ഭംഗി. ബ്ലൗസും കൂടെ തയ്ച്ചിട്ട് സാരി ഉടുക്കുമ്പോഴേ നമുക്ക് സാരിയുടെ ഭംഗി കിട്ടത്തുള്ളൂ. ഇതാണ് സാരി വരുന്നത്. താഴേക്കുള്ള പോർഷൻ ഇങ്ങനെ ഇരിക്കും ഉടുക്കുമ്പോൾ. ഇങ്ങനെ വരും. പകുതി ഹാഫ് ആൻഡ് ഹാഫ് എന്ന് പറഞ്ഞ പോലെ ഇത് വരുന്നത്. ഹാഫിൽ കൂടുതൽ ബോഡി കളറാണ് വരുന്നത്. അതിൻ്റെ ഒരു ഇത്രയും കൂടെ കുറവാണ് മറ്റേ കളർ വരുന്നത്. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത് കേട്ടോ. കണ്ടല്ലോ സാരി എല്ലാവരും. ഇത് ഫുള്ള് ഈ സാരി ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. വേറൊന്നുമില്ല ഇതിനകത്ത്. ബ്ലൗസ് പീസും ഈ സെയിം റണ്ണിങ് ബ്ലൗസുമാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നോക്കിക്കോ, റണ്ണിങ് ബ്ലൗസാണ് ഇതിന് ഫോളോ ചെയ്യുന്നത്. വിത്ത് ബ്ലൗസാണ് സാരി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സാരിയുടെ വില വരുന്നത് 799 രൂപയാണ് ഈ സാരിക്ക് പ്രൈസ് വരുന്നത് കേട്ടോ. 799 രൂപയാണ്. ഇതിന് ചെറിയ ഒരു ഷൈനിങ് ഉണ്ട് കേട്ടോ. ഈ സാരിക്ക് ഒരു ഷൈനിങ് ഉണ്ട്. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ സാരിക്കൊരു ഷൈനിങ് വരുന്നുണ്ട്. എന്നാൽ ഇതൊട്ട് എന്താ പറയേണ്ടത്, നമ്മുടെ മറ്റേ ടിഷ്യൂ തൊട്ട് അല്ലാതാനും ഒരു ഷൈനിങ് മെറ്റീരിയൽ, നല്ലൊരു ഫാബ്രിക്കാണ്. കനം കുറവാണ്. മറ്റേ നോർമൽ നമ്മുടെ കേരള സാരി പോലത്തെ ആ ഒരു മെറ്റീരിയൽ അല്ല, ഇത്രയും കൂടെ കനം കുറഞ്ഞ ഒരു മെറ്റീരിയലാണ്. നല്ലൊരു എന്താ പറയണ്ടേ ഫൈൻ ഫാബ്രിക്കിലാണ് ഇത് വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു കളറും കൂടെയുണ്ട്, ആ കളറും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ കാണിച്ചതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് കേട്ടോ. ആദ്യം കാണിച്ചത് ഒരു പീച്ച് ഷെയ്ഡായിരുന്നു, ഇതൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത്. ഞാൻ സാരി കണ്ടമാനം അങ്ങ് നിവർത്തി കേടാക്കുന്നില്ല കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത്, ലാവൻഡർ ഷെയ്ഡാണ്. എല്ലാവർക്കും കാണാമല്ലോ. ഇതാണ് സാരി വരുന്നത്. മുകളിലും താഴെയൊക്കെ വരുന്നത് ഗോൾഡൻ കളറിൻ്റെ കസവ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും സാരി. ഇങ്ങനെയാണ് സാരി വരുന്നത്. ലാവൻഡർ കളറും കോടി കളറും കൂടെ. ഞാൻ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഞാനൊരു സിംഗിൾ ലെയറിൽ കാണിച്ചു തരാം. കണ്ടോ, നല്ലൊരു ഫൈൻ മെറ്റീരിയലാണ്, കനമുള്ള മെറ്റീരിയലല്ല, ഇത്തിരി കൂടെ ഒരു സിൽക്കി ഫാബ്രിക്കാണ് ഇത് വരുന്നത്. നല്ലൊരു ഫാബ്രിക്കാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ചെറിയ തിളക്കം ഈ ഫാബ്രിക്കിൽ വരുന്നുമുണ്ട്. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ബാക്കി പുറകു വശമെല്ലാം അങ്ങനെ തന്നെ ഫുള്ള് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് ഞാൻ മറ്റേ സാരി കാണിച്ചിരുന്നില്ലേ, അതുപോലെ തന്നെ വരും ഈ സാരി. എല്ലാം കൂടെ ഞാൻ എടുത്തിട്ട് അങ്ങ് നിവർത്തി സാരി എല്ലാം കൂടെ വൃത്തികേടാക്കുന്നില്ല. അപ്പോൾ ഇതാണ് സെക്കൻഡ് സാരി. ഇതിൻ്റെയും റേറ്റിന് വ്യത്യാസമൊന്നുമില്ല, സെയിം റേറ്റാണ്. കാരണം ഇതിനകത്ത് കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ആദ്യത്തേത് പീച്ച് ഷെയ്ഡായിരുന്നു, ഇത് വരുന്നത് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 799 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. ഇനി ഇതിനകത്ത് വരുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ടൈ ആൻഡ് ഡൈ സാരി തന്നെയാണ്, പക്ഷെ ഇതിനകത്ത് ഡിഫറൻസ് എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇതാ നോക്കിക്കോ. ഇത് ഞാൻ ആദ്യം കൊണ്ടുവന്ന പിങ്ക് കളറിൻ്റെ സാരി കൊണ്ടുവന്നില്ലേ, ആ പിങ്കിൻ്റെ തന്നെ സെയിം കളറിലാണ് ഈ സാരി വരുന്നത്. ഇത് ടൈ ആൻഡ് ഡൈ തന്നെയാണ് പാറ്റേൺ. പക്ഷേ ഇതിനൊരു ഭംഗി, കുറച്ച് ലുക്ക് കൂടുതലുണ്ട്. ഇതിൻ്റെ ലുക്ക് കൂടുതൽ വരാൻ കാരണം ഇതിനകത്ത് ഇതുപോലത്തെ നല്ല റോസ് ഗോൾഡിൻ്റെ കസവ കൊടുത്തിരിക്കുന്നത് കണ്ടോ. റോസ് ഗോൾഡിൻ്റെ കസവ വരുന്നത് ഇതിൻ്റെ തുമ്പത്ത് വരുന്നതും റോസ് ഗോൾഡിൻ്റെ കസവ. അപ്പോൾ ഈ റോസ് ഗോൾഡും പിങ്കും കൂടെ വരുമ്പോൾ ഇതിന് നല്ലൊരു എടുപ്പ് ഐസായിരിക്കും. മറ്റേ സാരിനേക്കാളും ഒരല്പം മുന്നിട്ട് നിൽക്കും ഈ സാരി. ഇതിൻ്റെ ഈ പോർഷനിലും ഇതാ വരുന്നത് കേട്ടോ.
അങ്ങനെ ഞാൻ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും ഈ സാരിക്ക് ഇച്ചിരിയും കൂടി എടുപ്പ് കൂടുതലുണ്ടെന്ന് ഞാൻ പറയും. എടുപ്പ് കൂടുതലിനനുസരിച്ച് വിലയും ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ. ഇതുപോലെ ഈ സാരി മെറ്റീരിയലിനൊന്നും വ്യത്യാസമില്ല. ആദ്യം കണ്ടതിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ഇതിനകത്തും ബ്ലൗസ് പീസ് വരുന്നുണ്ട്. ഇതിൻ്റെ വരുന്നത് റോസ് ഗോൾഡിൻ്റെയാണ് ഇതിൻ്റെ കര വരുന്നത്. മറ്റതിനകത്ത് ഗോൾഡൻ ആയിരുന്നു, ഇതിനകത്ത് റോസ് ഗോൾഡാണ്. അപ്പോൾ ആ റോസ് ഗോൾഡ് ഇതിൻ്റെ കൂടെ വരുമ്പം ഇതിന് കുറച്ചൊരു ഭംഗി കൂടുതൽ വരുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഗോൾഡൻ ആയിരിക്കും ഇഷ്ടം, അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ. ചിലർക്ക് ഗോൾഡൻ കസവ് തന്നെ വേണ്ടവർക്ക് മറ്റേ സാരി എടുക്കാം, ഇത് റോസ് ഗോൾഡ് വേണ്ടവർക്ക് ഇതെടുക്കാം. ഇതൊക്കെ ഒരു കുറച്ചും കൂടെ ഒരു യൂണിക് സ്റ്റൈലിൽ നിൽക്കും. ഇങ്ങനെ ഞെറിഞ്ഞ് കുത്തിയൊക്കെ അങ്ങ് ഉടുത്താൽ, ബ്ലൗസും കൂടി ഇട്ട് അങ്ങോട്ട് ഉടുത്താൽ ഓണത്തിന് ഒന്ന് മിന്നി നിൽക്കാം. കാരണം ഈ പ്രാവശ്യത്തെ ഒരു ട്രെൻഡിങ് പാറ്റേൺ ആണ് ഈ വന്നിരിക്കുന്നത്. ഇതിപ്പം കഴിഞ്ഞ വർഷം വരെ ഞാൻ ഈ അത് കണ്ടിട്ടില്ലെന്നല്ല, ഈ പാറ്റേൺ ഇല്ലായിരുന്നു. ഈ പ്രാവശ്യമായി ടൈ ആൻഡ് ഡൈ വന്നേ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മോളും കൊച്ചുമോളും എല്ലാം മേടിച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ധാവണി സെറ്റ്, പാവാടയുടെ സെറ്റ്. അവർക്കൊക്കെ തിരുവാതിര കളിയൊക്കെ ഉണ്ട്, മോക്കും ഉണ്ട് കൊച്ചുമോക്കും ഉണ്ട്. അവർ ബാംഗ്ലൂരാന്ന് ഞാൻ പറയാറില്ലേ. അപ്പോൾ അവർക്ക് ഒക്കെ ഇതാ മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ട്രെൻഡാണെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ എല്ലാവരും ഈ സാരിയാണ് വാങ്ങിച്ചു. ഈ സാരിയല്ല, ധാവണി സെറ്റ്. ഇതിൻ്റെ സാരി ഉണ്ട്, ധാവണി സെറ്റുണ്ട്, സെറ്റ് മുണ്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇതാണ് ഈ സാരി. സാരി കണ്ടല്ലോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 899 രൂപയാണ്. കാരണം ഈ ഒരു കോപ്പർ കസവിൻ്റെ ഇതിൻ്റെ ഈ ഒരു റോസ് ഗോൾഡിൻ്റെ കസവും ഇതും എല്ലാം കൂടെ വരുമ്പം ഇതിന് റേറ്റ് കൂടുതലാണ്. ഇതിന് 899 രൂപയാണ് ഈ സാരിയുടെ റേറ്റ്. അന്ന് ഞാൻ കൊണ്ടുവന്ന സാരിക്കും 899 വില. ഇതിൻ്റെ വിലയും സെയിമാണ്. ഇനി കാണിക്കുന്നത് വേറൊരു ടൈപ്പ് സാരിയാണ്. ഇതാ നോക്കിക്കോളൂ. ടാസിൽസ് ഉള്ള സാരി ഒന്നും എനിക്ക് ഇതുവരെയും കിട്ടിയില്ല. ഇന്നലെ ചെന്നപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഞാനത് കിട്ടിയപ്പം ഞാൻ ആ സാരി വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ടാസിൽസ് ഈ പ്രാവശ്യം വലിയ ട്രെൻഡായിരുന്നു. അപ്പോൾ എനിക്കത് കിട്ടാത്തതിലൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലല്ലോ. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. ആ വിഷമം ഇന്നലെ ചെന്നപ്പം തീർന്നതാണ്. ടാസിൽസ് ഒക്കെ തൂങ്ങിക്കിടക്കുന്ന കണ്ടോ, നല്ല ഭംഗിക്ക് റെഡ് ടാസിൽസ് ഒക്കെ തൂങ്ങിക്കിടക്കുന്ന നല്ല സാരി കിട്ടി കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയൽ, ഫൈൻ കോട്ടൺ മെറ്റീരിയൽ. ഇതാ കണ്ടോളൂ, ഫൈൻ കോട്ടൺ മെറ്റീരിയൽ. സാരിയുടെ ലുക്ക് ഇങ്ങനെ വരും. ഇതൊക്കെ റെഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ ഇരിക്കും ഈ സാരിയൊക്കെ അങ്ങോട്ട് ബ്ലൗസും കൂടെ തയ്ച്ചിട്ട് കഴിയുമ്പം. പിന്നെ ഈ സാരിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടുത്തെ കരയും റെഡാട്ടോ വരുന്നത്. മേളിൽ താഴെ റെഡ് വരും, ഇവിടെ നല്ല ഡാർക്ക് റെഡിൻ്റെ കരയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ചുമന്ന എന്തോ ബ്ലഡ് റെഡ് അല്ല, വേറൊരു നല്ലൊരു റെഡാണ്. ഇതിനകത്ത് ഇവിടെയും റെഡിൻ്റെ ഒരു കുഞ്ഞ് ഏർക്കിളിക്കര വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കസവ് വരുന്നില്ല കേട്ടോ. കസവ് ഒട്ടും വരുന്നില്ല ഈ സാരിയിൽ. ഇത് ടാസിൽസിൻ്റെ അറ്റം ഞാൻ കാണിച്ചു തരാം. കാരണം അത് ഇച്ചിരി ഒരു മടക്കി പിന്നി കെട്ടിയ പോലെ നോക്ക്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് കുഞ്ചലവും കൂടെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ടാസിൽസ് ഇങ്ങനെ വരും. നല്ല സാരി. ഈ സാരി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുവാണെങ്കിൽ ഈ റെഡ് ബ്ലൗസ് ഇടുവാണെങ്കിൽ ഈ സാരിക്ക് കുറച്ചും കൂടെ എടുപ്പ് വരും. എന്നാൽ എൻ്റെ ഒരു വ്യൂ ഞാൻ പറയുക കേട്ടോ. ഈ സാരിയിൽ അറ്റാച്ച്ഡ് ബ്ലൗസ് ഉണ്ട് കേട്ടോ, വിത്ത് ബ്ലൗസ്, റണ്ണിങ് ബ്ലൗസ്. അത് ഇതുപോലെ തന്നെ വരും. ഇങ്ങനെ തന്നെ ഈ കോടി കളറും ഈ റെഡും കൂടെ കയ്യിൽ കര വരാൻ പാകത്തിനുള്ള റണ്ണിങ് ബ്ലൗസ് ഇതിനകത്തുണ്ട്. വിത്ത് ബ്ലൗസാണ്, എല്ലാ സാരിയും വിത്ത് ബ്ലൗസാണ്. പക്ഷേ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ റെഡ് ബ്ലൗസ് ഇട്ട് ഉടുക്കുവാണെങ്കിൽ ഇതിന് കുറച്ചും കൂടി എടുപ്പ് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ ഈ റെഡിൻ്റെയും എന്നാ പറയണ്ടേ ബ്ലാക്കിൻ്റെയും ഒക്കെ കോമ്പിനേഷനായിട്ടൊക്കെ ഇപ്പം റെഡിമെയ്ഡ് ബ്ലൗസുകളൊക്കെ കിട്ടത്തില്ലേ, അങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ ഈ സാരിക്ക് ഇച്ചിരിയും കൂടെ ഒരു ലുക്ക് കൂടുതൽ കിട്ടുമെന്ന് എൻ്റെ ഒരു എളിയ അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്നെക്കാളും ഒക്കെ നല്ല ഡ്രസ് സെൻസൊക്കെ ഉള്ളവരാണ്. ഞാൻ കുറച്ച് പ്രായമായ ആളല്ലേ, എനിക്ക് അത്രയും സെൻസൊന്നുമില്ല. അല്ല, എൻ്റെ ഒരു കുഞ്ഞഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ സാരി പെയർ ചെയ്യാം. ഇതാ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ സാരി ഇങ്ങനെ വരും. ഫുള്ള് സാരി ഇതാ ഇങ്ങനെ വരുന്നത് കേട്ടോ. വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നല്ല കോട്ടൺ മെറ്റീരിയലല്ല ഈ സാരി വരുന്നത് കേട്ടോ. ഇതിനകത്ത് അങ്ങനെ വേറെ ഒരു മിക്സും ഇല്ല, നല്ല കോട്ടൺ ആണിത്. അങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇതിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും ഈ റേറ്റിന് ഈ സാരി തരുമോ? ഈ സാരി ഞാൻ തരും നിങ്ങൾക്ക് ഈ റേറ്റിന്. ഇതിൻ്റെ വില കേൾക്കണോ? 399 രൂപയാണ് ഈ സാരിയുടെ കേട്ടോ. വെറും 399 രൂപയ്ക്ക് ഇത്ര അടിപൊളി കുഞ്ചലമൊക്കെ കെട്ടി
നല്ല മിന്നി തിളങ്ങി ഓണം കൂടെ. ഇനി അതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട്. ഒത്തിരി പേര് ബ്ലാക്ക് സെറ്റും കൊണ്ട് എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഉണ്ടായിരുന്നതെല്ലാം തീർന്നു, എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ഓഫർ വീഡിയോയിലിട്ട ബ്ലാക്ക് സെറ്റും കൊണ്ടിന് ഒരു 15 എൻക്വയറിയെങ്കിലും എനിക്ക് വന്നിട്ടുണ്ട്, കൊടുക്കാൻ പറ്റിയില്ല. കാരണം സെറ്റും കൊണ്ട് തീർന്നു പോയി. അപ്പം എന്ത് അതിന് പകരം സാരി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം കാണിച്ചത് റെഡ് അല്ലേ, ചിലർക്ക് റെഡിനോട് താല്പര്യം ഉണ്ടാവില്ല. റെഡിനോട് താല്പര്യം ഇല്ലാത്തവർക്ക് ബ്ലാക്ക് ലവേഴ്സിന് ഇതേ ബ്ലാക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സെയിം ആണ് ഇതിൻ്റെ കുഞ്ചല സംഭവങ്ങളൊക്കെ വരുന്നതും കെട്ടും ഇതെല്ലാം സെയിം ഇങ്ങനെ ഫുള്ള് ഫോളോ ചെയ്യും കേട്ടോ. ബോർഡർ വരുമ്പോൾ നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലെ ബോർഡറാണ് വരുന്നത്. ഇവിടെയും ഒരു ഇർക്കിളി കര വരുന്നുണ്ട്. അരികത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്ലാക്ക് തന്നെ വരും. ഇങ്ങനെയാണ് സാരിയുടെ. ഇത് മുന്താണി പാർട്ടാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഇപ്പോൾ എടുത്ത് പറയേണ്ടത് ഈ കുഞ്ചലവായതിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഈ ടാസിൽസ് ഇങ്ങനെ ഒരു പിന്നി കെട്ടിയ പോലെ കൊടുത്തേക്കുക. അതായത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഈ സാരിയിൽ. ഇങ്ങനെ ഈ സാരിയുടെ ഒരു ലുക്ക് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ബ്ലാക്ക് ബ്ലൗസ് ഇട്ട് കൊടുക്കാം, ബ്ലാക്ക് പ്രിന്റഡ് ബ്ലൗസ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ബ്ലൗസ് തയ്ച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഈ സാരിയുടെ റേറ്റ് വരുന്നത് സെയിം റേറ്റ് ആണ്, 399 രൂപയാണ് ഈ സാരിയുടെ റേറ്റ്. ഇപ്പം തീർന്നില്ല അത്രയും സാരി. ഇനി കാണിക്കാൻ പോകുന്നത് ഒരു സെറ്റ് മുണ്ടാണ്. സെറ്റ് മുണ്ട് ഇങ്ങനെ എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. സെറ്റ് മുണ്ടൊക്കെ തീർന്നു പോയി. സെറ്റ് മുണ്ടൊക്കെ ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ഇട്ട് അതെല്ലാം തീർന്നു പോയി കേട്ടോ. ഇനിയിപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയിട്ടും എനിക്ക് കിട്ടുന്നുമില്ല. പിന്നെ എനിക്ക് ഒത്തിരി ദൂരയിലേക്കൊന്നും പോകാനായിട്ടും എൻ്റെ ഹെൽത്ത് എന്നെ അങ്ങ് അനുവദിക്കുന്നില്ല. എന്നാലും ഒരു 3-4 കിട്ടിയിട്ടുണ്ട്. ഇതേ ഈ സെറ്റുമുണ്ട്. ഇത് ഓണത്തിന് എല്ലാവരും കൊടുക്കുന്ന സെറ്റുമുണ്ടല്ലേ ഇതേ. ഇതാ സെറ്റുമുണ്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇതാ സെറ്റുമുണ്ട് വന്നിരിക്കുന്നത്. ഇത് എന്താ പറയുന്നത്, ചെറിയ കരയുള്ള, ഒത്തിരി വീതിയുള്ള കരയല്ല, എന്നാലും ആവശ്യത്തിന് വീതിയുണ്ട് കേട്ടോ, തീരെ ചെറുതുമല്ല. അങ്ങനത്തെ കരയുള്ള ഒരു സെറ്റുമുണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. സെറ്റുമുണ്ടിൻ്റെ സെറ്റാണിത്. നീളമൊക്കെ കിട്ടും കേട്ടോ, നീളമൊക്കെ കിട്ടും. എനിക്കൊക്കെ കൊടുത്താൽ നീളം കിട്ടും. അതുപോലത്തെ സെറ്റുമുണ്ടിൻ്റെ ഒരു സെറ്റാണ് ഈ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എവിടെയോ എഴുതിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 280 രൂപയാണ് കേട്ടോ. 280 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കണ്ടല്ലോ, ഇതിൻ്റെ താഴെ ഭാഗത്തും ഗോൾഡൻ്റെ കാര്യമുണ്ട്. ഇനി ഞാനിത് വിടുത്തേണ്ട കാര്യമില്ലല്ലോ, ഒത്തിരി വിടുത്തി വെറുതെ കളയാവുന്നേ ഉള്ളൂ. നല്ല മെറ്റീരിയലാണ്. സെറ്റ് മുണ്ട് കിട്ടിയവരൊക്കെ നല്ല മെറ്റീരിയലാണ്. കുറേ പേരൊക്കെ അമ്മമാർക്ക് മേടിച്ചവരൊക്കെ ഉണ്ട്. അവരൊക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻ്റ് അയച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. എല്ലാവരോടും എനിക്ക് റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരോടും ഞാൻ ഇതിനകത്ത് ഒരുമിച്ച് അങ്ങ് റിപ്ലൈ പറയുക. പറഞ്ഞതിൽ സന്തോഷം. ഇനി ഒരു സാരി ഉണ്ട്, അത് മറന്നു, ഇപ്പം എടുത്തിട്ട് വരാം. ഇതാ സാരി. ഇത് ഞാൻ ഓഫറിലിട്ട സാരിയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു പീസ് 2 പീസ് 1-2 പീസ് ബാക്കി. ഇതെൻ്റെ കയ്യിൽ കുറേ പീസ് ഉണ്ടായിരുന്നു. ഈ കോപ്പർ കസവിന് ഒത്തിരി ഡിമാൻഡ് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചധികം എടുത്തായിരുന്നു. വിലയും കുറവാണല്ലോ എന്നോർത്ത് കുറച്ചധികം എടുത്ത് ഒരുപാട് സാരികൾ പോയി. 1-2 സാരി ഇരിപ്പുണ്ട്. ഇതാ സാരി. ഞാൻ കാണിച്ച സാരി അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട്. കോപ്പർ കരയാണ് ഇതിന് വരുന്നത്. ഇതാ നല്ല രീതിയിലുള്ള കോപ്പർ കര വരും കേട്ടോ. മേളിലും താഴെയും കോപ്പറിൻ്റെ ബോർഡർ തന്നെ വരും. ഇങ്ങനെ ബാക്കിയുള്ള ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. ഈ സാരി ഇപ്പം 1-2 ഒരു സാരി മറ്റേ എൻ്റെ ഒരു ബാക്കിയുള്ളൂ. ഇത് ഉടനെ ഉള്ളൂ എന്ന് തോന്നണം. അതുകൊണ്ട് ഞാൻ ഇതിന് ഒത്തിരി വില കുറച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതിനിപ്പം വെറുതെ ഞാൻ ഇട്ടിരിക്കുന്നത് 299 രൂപയെ ഈ സാരിക്ക് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ, നല്ല കോട്ടൺ മെറ്റീരിയൽ. അതാ ഇത്രയേ ഉള്ളൂ. ഓണത്തിൻ്റെ സാരിയും സെറ്റും കൊണ്ടും തീർന്നു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഓണത്തിൻ്റെ സാരിയല്ല. ഇതിൻ്റെ കൂടെ ഒരു 2-3 സാരി എനിക്ക് ഇന്നലെ ചെന്നപ്പം കിട്ടിയപ്പോൾ എനിക്കിത് നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പം ഞാനത് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ആ സാരി കാണിച്ചു തരാം. ഇതാണ് കേട്ടോ സാരി. ഇതാ സാരി ഒന്ന് കണ്ടോണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാരി. അതാ ഒത്തിരി ഇഷ്ടമായിട്ട് ഞാനത് കളയണ്ട. ഇനി പിന്നെ ചെന്നാൽ ചിലപ്പോൾ ആ സമയത്ത് അവിടെ കിട്ടിയെന്ന് വരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു 3-4 എടുത്തുകൊണ്ട് പോകുന്നത്. അതിൽ ഒരു സാരി കാണുന്നത്. ഈ സാരിയുടെ ഞാൻ ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം. എന്താ ഇതിനകത്ത് നോക്കിയേ,
നല്ല കസവിൻ്റെ ബോർഡറാണ്. ഈ കാഞ്ചീപുരത്തിലൊക്കെ വരുന്ന ബോർഡറില്ലേ, അതുപോലത്തെ ബോർഡറാണ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ടെമ്പിൾ ഡിസൈനും കൂടെ ഇങ്ങനെ വരുന്നുണ്ട് ആ ബോർഡറിൻ്റെ താഴെയായിട്ട്. ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ പോയിരിക്കുന്നത് ഈ സ്ട്രൈപ്സാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയണ്ട, ഒരു കുഞ്ഞ് ഓണം സാരിയൊക്കെ ആയിട്ട് ഉടുക്കാം. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ മുഴുവനും ചെക്കാണ് പോയിരിക്കുന്നത്. ഗോൾഡൻ ചെക്കാണ് ഇതിൻ്റെ ഫുള്ള് ഉള്ളിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുന്താണി പാർട്ട് കാണിച്ചു തരാം. ഇതാ മുന്താണി പാർട്ട് ഇങ്ങനെ വരും. അതും ഈ ഫുൾ ഗോൾഡൻ സ്ട്രൈപ്സ് ഡിസൈനും ചെക്കും കൂടെ ആയിട്ട് ഇങ്ങനെ വരുന്നത് മുന്താണി. ഈ സാരി നല്ലൊരു അടിപൊളി സാരിയാണ് കേട്ടോ. അടിപൊളി സാരി എന്ന് വെച്ചാൽ പേഴ്സണലി എനിക്ക് ഈ സാരി അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആദ്യം മുന്താണി പാർട്ട് മുന്നിലേക്ക് വന്നിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയിരിക്കും മുന്താണി. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. ഇതിനകത്ത് ഈ ലൈൻ പാറ്റേൺ താഴത്തേക്ക് വരുന്നതോറും ലൈൻസ് കൂടുതൽ വരും കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ലൈൻ ഇങ്ങനെ ഈ കസവിൻ്റെ ലൈനില്ലേ, അത് താഴത്തേക്ക് വരുന്തോറും കുറച്ച് കൂടുതൽ വരും. നല്ല ഒരു ബ്ലൂവാണ്. ഈ ബ്ലൂവിന് എന്തോ ബ്ലൂവാണ് പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. ഈ ബ്ലൂവിൻ്റെ പേര് പറയാനും എനിക്കറിയില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ തന്നെ ഇതിന് പേരിട്ടോ കേട്ടോ. ഒടുത്തായിരിക്കും കണ്ടോ. ഇങ്ങനെയൊക്കെ വൺ ലെയറൊക്കെ ഒരു എന്താ ലേസി പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് നമ്മൾ ഉടുക്കത്തില്ലേ, അങ്ങനെയൊക്കെ ഒന്ന് ഇട്ടൊന്ന് ഉടുത്തോണ്ട് പോകണം കേട്ടോ. വല്ല പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോകുമ്പോൾ ഉടുത്താൽ ഇതൊരു കുഞ്ഞ് ഫങ്ഷൻ വെയർ ആയിട്ട് വരെ നിങ്ങൾക്ക് ഉടുക്കാം. കാരണം ഇതിൻ്റെ ബ്ലൗസ് പീസും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് കാരണം മുഴുവനായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഇതാ ബ്ലൗസ് കണ്ടോ. ബ്ലൗസ് അങ്ങനെ വെറുതെ പ്ലെയിനിലൊന്നും അല്ല ബ്ലൗസ് വന്നിരിക്കുന്നത്. ബ്ലൗസ് ഫുള്ള് ദേ ചെക്കില്ല. ഈ ബ്ലൂവിനകത്ത് നല്ല ചെക്ക് ഡിസൈനിലാണ് ഈ ബ്ലൗസ് വന്നിരിക്കുന്നത്. ഈ സാരിയുടെയൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഈ സാരിയൊക്കെ അങ്ങോട്ട് ഉടുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി വരുന്നത്. ഈ സാരി ഒന്നും ഇങ്ങനെ കണ്ടാലൊന്നും ഭംഗി ഉണ്ടാവത്തില്ല കേട്ടോ. നമ്മളിത് ഞെറിഞ്ഞ് കുത്തി ഈ ചെക്ക് ബ്ലൗസും അങ്ങോട്ട് തയ്പ്പിച്ച് ഇത് ചെക്ക ബ്ലൗസ് അതിൻ്റെ ഒക്കെ അങ്ങോട്ട് ഉടുത്ത് കഴിയുമ്പോഴാണ് ഈ സാരിയുടെ ഭംഗി എന്തോ ആണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെ വരും സാരി. ഇത് ഈ സാരിയൊക്കെ ഉണ്ടല്ലോ ഒരു സ്റ്റാൻഡേർഡ് സാരി എന്ന് നമ്മൾ പറയത്തില്ലേ. ചില സാരികളൊക്കെ ഉണ്ട് ബഹള സാരികൾ. ഇതങ്ങനത്തെ സാരിയല്ല. ഇത് നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ നമുക്ക് എവിടെ ചെന്നാലും അങ്ങോട്ട് ഉടുത്ത് നിൽക്കാം. അതുപോലത്തെ ഒരു സാരിയാണ് ഈ സാരി. ഇപ്പം ഞാൻ കുറേ ഈ സാരീനെ ഇനി പുകഴ്ത്തുന്നില്ല കേട്ടോ. ഇനി നിർത്തി എന്താ. ഇനി നിങ്ങൾ കുറച്ച് നേരം കണ്ടിട്ട് നിങ്ങളൊന്നങ്ങ് വിലയിരുത്തുക. ഇങ്ങനെ ഇരിക്കും. കുറേ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ ഇതെന്താ ഈ എന്താ പറയണ്ടേ, ഈ ചേച്ചി എന്താ ഈ സാരി വാങ്ങിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്തിയേ. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് ഞാൻ പറഞ്ഞില്ലേ, ഈ ബ്ലൗസും കൂടെ ഇട്ട് കഴിഞ്ഞ് പെയർ ചെയ്തിട്ട് ഉടുക്കുമ്പോഴാണ് ഈ സാരിയുടെ ഭംഗി വരുന്നത്. പിന്നെ ബ്ലൗസ് ഇപ്പം എനിക്ക് അങ്ങനെ വെച്ച് കാണിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ കാണിക്കാനൊന്നും എനിക്ക് അറിയാനും വയ്യ. ബ്ലൗസും കൂടെ ഒക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സാരിക്ക് നല്ലൊരു മറിഞ്ഞായിരിക്കും കേട്ടോ. അങ്ങനെ വരും. ബ്ലൗസൊക്കെ ഇട്ട് കൊടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ സാരിക്ക് നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ ഇതാ സാരി. സാരി കണ്ടല്ലോ എല്ലാവരും. ഇനി ഈ സാരിയുടെ പ്രൈസ് പറയാമേ. ഇതിൻ്റെ മെറ്റീരിയൽ പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ മെറ്റീരിയൽ ഒരു കോട്ടൺ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ മെറ്റീരിയലാണ് കേട്ടോ. അതാ കണ്ടോ, നല്ല മെറ്റീരിയലാണ്. അതായത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും. എന്നാൽ അങ്ങനെ ഒരുപാട് പടപടാന്നിട്ട് നിൽക്കത്തുമില്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. രൂപയാണ് കേട്ടോ ആ സാരിയുടെ. ആദ്യം കാണിച്ചില്ലേ ബ്ലൂ സാരി, അതിൻ്റെ റേറ്റ് വരുന്നത് 740 രൂപയാണ് കേട്ടോ. ഇനി അടുത്ത സാരി മെറ്റീരിയൽ ഒരുവിധം ഏകദേശമൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഇതാ ഇതിനകത്ത് ടാസിൽസ് ഒക്കെ ഉണ്ട്. ഇത് ഈ കോട്ട ചെക്ക് മെറ്റീരിയൽ ഇല്ലേ, അതാ വരുന്നത്. കോട്ട ചെക്കിൻ്റെ മെറ്റീരിയലാണ്. സാരി എങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണിഷ് കളറാണ് ഇതിന് കേട്ടോ. ഒരു ബ്രൗൺ കളറിലാണ് ഇത് വന്നത്. ഇതാ ഇതിൻ്റെ മുന്താണി പാർട്ട് വരുന്നത്. ഇങ്ങനെ വരും. ഈ ബ്രൗൺ കളർ ഇവിടെ കുറച്ചും കൂടെ ഡാർക്ക് കളർ വരും. ഈ മുന്താണി പാർട്ടിൻ്റെ ഇവിടെ ഇങ്ങോട്ട് ബോഡിയിലേക്ക് വരുന്നത് ഇത് മുന്താണി പാർട്ടല്ലേ.
ഇതിൻ്റെ ബോഡി താഴത്തെ ഭാഗം നോക്കിയാൽ ചെക്ക് ഡിസൈൻ വരും. പിന്നെ അതിൻ്റെ എന്താ പറയുന്നത് ടാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗം വരുന്നു. ഇതിൻ്റെ മേളിലേക്കുള്ള പോർഷനിലേക്ക് വരുന്തോറും കണ്ടോ ഈ ഇവിടത്തിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഈ ബോർഡർ വരുമ്പോഴത്തേക്കും ലൈൻ പാറ്റേണാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ആ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് മഞ്ഞയും പിന്നെ എന്നാ പറയണ്ടത് ബ്രൗണിഷ് എന്ന് വെച്ചാൽ ഒരു ഡാർക്ക് ബ്രൗൺ അല്ല ഒരു പച്ചയും ബ്രൗണും കൂടെ കലർന്ന ഒരു കളറില്ലേ, ആ കളറാണ് ഇതിന് വരുന്നത്. ഇത് ഇങ്ങനെ സാരി. വൺ ലെയറിൽ സാരി കാണിച്ചു തരാം കേട്ടോ. മെറ്റീരിയൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കോട്ടാ ചെക്കിൻ്റെ മെറ്റീരിയൽ അതാ. ബോഡി മുഴുവനും ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ഡിസൈനാണ് ബോഡിയിൽ ഫുള്ള് ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈനാണ് ബോഡിയിൽ വരുന്നത്. ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് സാരികളാണ് കേട്ടോ. നമ്മളെപ്പോഴും കാണുന്ന ഈ മിന്നലും തിളങ്ങലും ഒന്നുമില്ല, പക്ഷേ എന്നാൽ നല്ലൊരു യുണീക്ക് ലുക്കിൽ നമുക്ക് നിൽക്കാവുന്ന സാരികളാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സാരികളോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമാണ് ഈ കോട്ടൺ അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ. കാരണം ഞാൻ എപ്പോഴും ഇതുപോലത്തെ സാരികൾ അധികവും തന്നെ ഉടുക്കാറ്. ഇതിൻ്റെ ബോർഡർ വരും. പിന്നെ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസ് ഈ ലൈൻ പാറ്റേണാണ് ഈ ബ്ലൗസ് പീസിൽ ഫുള്ള് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഈ ബോർഡറിൽ കൈയുടെ ബോർഡറിൽ വരുമ്പോൾ ഇത് വരും, ബാക്കി ഈ ലൈൻ പാറ്റേൺ വരും. അങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. അപ്പോൾ ഇതാണ് സാരി കണ്ടല്ലോ എല്ലാവരും. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 690 രൂപയാണ് ഈ സാരിയുടെ പ്രൈസ് കേട്ടോ. ഈ സാരിയുടെ വില വരുന്നത് 690. ഇപ്പം ഞാൻ കാണിച്ച സാരിയുടെ വില 690. ഇനി കാണിക്കാൻ പോകുന്ന സാരിയുടെ വിലയും 690. ആദ്യത്തെ സാരിയുടെ വില വ്യത്യാസം ഉണ്ടായിരുന്നു, ഞാൻ വില പറഞ്ഞു. ഇതിൻ്റെ രണ്ടിൻ്റെയും വില വരുന്നത് 690. ഇത് നോക്കിക്കോ, ഇതിൻ്റെ മുന്താണിയായി കാണുന്നത്. മുന്താണി എടുത്തിട്ട് ആദ്യം ഞാൻ കാണിച്ചു തരാം. ഇതാ മുന്താണി പാർട്ട്. ഇത് നല്ലൊരു വീവിങ്ങാണ് ഇതിനകത്ത് കേട്ടോ. ഇത് മുഴുവനും വീവിങ്ങാണ് ഈ വരുന്നത്. അതുപോലെ അതിന് താഴത്തേക്ക് വരുമ്പോൾ കണ്ടു ഈ കോട്ടാ ചെക്ക് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെ ഇരിക്കും മെറ്റീരിയൽ. താഴത്തേക്ക് വരുമ്പം ഈ ഒരു ക്രീം കളറും പിന്നെ ഇതിൻ്റെ താഴെ നല്ല ഈ പച്ചയും ക്രീമും കൂടെ ഇടവലർത്തിയിട്ട് നല്ല ടാസിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്രീമിൻ്റെയും പച്ചയുടെയും കൂടെ നല്ല ടാസിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ മുന്താണി പാർട്ട് വരുന്നത്. ഇതിൻ്റെ തുമ്പത്ത് നോക്കിക്കോ, ഈ ബോർഡർ നോക്കിക്കോ. ബോർഡർ ഇതുപോലെ ഒരു കാഞ്ചീപുരം ബോർഡർ പോലെയൊക്കെയുള്ള ബോർഡറാണ്. ഇങ്ങോട്ട് വരുമ്പം ഈ പച്ചയാണ് കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കിലേക്ക് വരുന്തോറും ഈ കളറിൻ്റെ ഒരു ഡാർക്ക് എന്ന് പറയാം, ഒരു ലൈറ്റ് ഒരു ചോക്ലേറ്റ് കളർ പോലത്തെ ഒരു കളറാണ് ഈ സൈഡിൽ വരുന്നത്. ഇതൊക്കെ ഡെയിലി സാരി ഉടുത്ത് പോകുന്നവർക്ക് അല്ലെങ്കിൽ സാരിയൊക്കെ ഓഫീസിലോ സ്കൂളിലോ ഒക്കെ ഉടുക്കുന്നവർക്ക് അടിപൊളിയായിട്ട് ഉടുത്തുകൊണ്ട് പോകാവുന്ന സാരിയാണ് ഇതൊക്കെ കേട്ടോ. ഇങ്ങനെ ഇരിക്കും സാരി. ഇതാണ് സാരി. ഇത് മുന്താണി വരും. ഇത് ബോർഡറും ഇതിൻ്റെ ഉള്ളിലത്തെ നോക്കിക്ക് ഒരു എന്താ പറയേണ്ടത് ഡാർക്ക് ഒരു ക്രീം കളറിൽ ഒരു എന്താ പറയേണ്ടത് റൗണ്ടും പിന്നെ ഈ ഒരു എന്നാ പറയേണ്ടത് സ്ക്വയർ പാറ്റേണും കൂടെ ഇടവിട്ട് ഇങ്ങനെ ഫുള്ള് പോയിരിക്കുക. ബോഡി മുഴുവനും ഇതിൻ്റെ അങ്ങനെയാണ് പോയിരിക്കുന്നത്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കാണിച്ചു തരാം. ബോർഡർ വന്നില്ലേ, മുന്താണി വന്നില്ലേ, അതിൻ്റെ തന്നെ ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസിന് അത്യാവശ്യം കട്ടിക്കാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ കോട്ട പോലെ ആകുമ്പോഴത്തേക്കും അങ്ങ് വല പോലെ ഇരിക്കത്തില്ല, അതുകൊണ്ട് കുറച്ചും കൂടെ കട്ടിക്കാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത്. എല്ലാ സാരിക്കും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും ബ്ലൗസ് പീസ്. ഇത് ബ്ലൗസ് പീസിൻ്റെ നല്ല വശമല്ല, ഇതാണ് നല്ല വശം. ഇങ്ങനെ ഇരിക്കും ബ്ലൗസ്. ഈ ബ്ലൗസൊക്കെ തയ്ച്ചിട്ടിട്ട് ഈ സാരി കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതൊക്കെ ഒരു എന്നാ പറയേണ്ട ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്ന സാരിയാണ്, അല്ലാതെ നമ്മൾ നോർമലി കാണുന്ന ഒരു സാരി അല്ല ഇത്. ഇതിനൊക്കെ ആ സാരിയുടെ ഒരു എലഗൻസ് മനസ്സിലാവണമെങ്കിൽ സാരി ലവേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഞാനൊരു സാരി ലവറാണ്. ഞാൻ കാര്യം കുറേ കുർത്തിയൊക്കെ കാണിക്കാറുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം സാരിയാണ്.
ഞാൻ സ്കൂളിൽ എന്നും സാരി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. 365 ദിവസവും 365 സാരി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആളത്. ഇങ്ങനെ ഇരിക്കും സാരി. ഇങ്ങനെയാണ് ഈ സാരിയുടെ ലുക്ക് വരുന്നത് കേട്ടോ. ഇതിൻ്റെ സെയിം പ്രൈസാണ് കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പ്രൈസ് എത്ര പറഞ്ഞു? 690 അല്ലേ? 690. ഈ സാരിക്കും ഈ മഞ്ഞ സാരിക്കും ഇതിന് രണ്ടിനും 690 പ്രൈസ് കേട്ടോ. അപ്പം ഈ സാരി രണ്ടും കണ്ടല്ലോ. ഇത് കുറച്ചും കൂടെ ഒരു എന്നാ പറയണ്ട ബേജ് കളറിലേക്ക് വരും. അത് കുറച്ചും കൂടെ ഒരു മഞ്ഞയിലേക്ക് വരും. മെറ്റീരിയലും ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽ. സാരികളും എല്ലാം ഞാൻ കാണിച്ചു. ഇതിനകത്തുള്ള സാരികളുണ്ടായിരുന്നു, ഓണസാരി ഉണ്ടായിരുന്നു, അല്ലാത്ത സാരി ഉണ്ടായിരുന്നു, ഒരു സെറ്റുമുണ്ടിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ കാണിച്ചു. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന. വീഡിയോ കുറേ ലെങ്തിയായി, ഞാൻ കുറേ വർത്താനം പറഞ്ഞു. അതുകൊണ്ട് ഇനി ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും പുതിയ കളക്ഷൻസുമായിട്ട് വരും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.